ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബ്രെയിനിസത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സ്കില്ല് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പെൻസിൽ ഡ്രോയിങ് ആദ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാനന്ന് അതിനെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ഈ ബ്രെയിനിസം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ സ്കില്ല് പൊടിതട്ടിയെടുത്തത് തന്നെ. ഡ്രോയിങ് സ്കില്ല് ഒരു ആർട്ട് എന്നതിലുപരി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാക്കി തരുന്ന ഒരു സ്കില്ലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും, നമ്മുടെ സെൽഫ് എക്സ്പ്രഷൻ ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കും, നമ്മുടെ ഫോക്കസ് കൂട്ടും, മെമ്മറി പവർ കൂട്ടും, അതുപോലെ നമുക്ക് സ്ട്രെസ്സിൽ നിന്നൊക്കെ റിലീഫ് ചെയ്യാനും അതേപോലെ സ്ക്രീൻ ടൈം കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും. ഈ സ്കില്ല് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്കിതൊരു പ്രൊഫഷനാക്കിയും മാറ്റാൻ കഴിയും. ബ്രെയിനിസം തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഡ്രോയിങ്ങിൽ നിന്ന് പെയിൻറ്റിങ്ങിലേക്ക് കടന്നത്. അങ്ങനെ വരച്ച കുറച്ച് പെയിൻറ്റിങ് നമുക്ക് കണ്ടു നോക്കാം. ഇത് ഇവിടെ കണ്ടുവരുന്ന ഒരു പക്ഷിയാണ്, കുക്കുബേർഡ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പേര്. ഇത് ഇവിടെ കാണുന്ന ഒരു പക്ഷിയാണ്. ഇതിനെയൊക്കെ ഞാൻ റിയലായിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് വരയ്ക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പെയിൻറ്റിങ് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഡ്രോയിങ് ആദ്യം ചെയ്തു, പിന്നെ വൈഫിൻ്റെ ഒക്കെ നിർബന്ധത്തോടാണ് ഞാൻ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതും എനിക്ക് കണ്ടിഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഞാൻ നോക്കി വരച്ചതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ വരച്ചത് ഈ ബ്രെയിനിസത്തിന് വേണ്ടി വരച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനൊരു പിക്ചറാണിത്. കൊള്ളാമോ? ഇത് വരയ്ക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.